ഹലോ കൂട്ടുകാരെ, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഈ പറമ്പിലൊക്കെ കൂണ് പറിച്ചുകൊണ്ട് വന്നത് ഇതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കി തരുമല്ലേ. അപ്പോൾ കഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? അപ്പോൾ ഇന്ന് നമുക്കൊരു കൂണ് തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് കണ്ടാലോ, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർ മഷ്റൂമാണ് കേട്ടോ. നമ്മുടെ പറമ്പിലൊന്നും കൂണൊന്നും കിട്ടിയില്ല, അപ്പോൾ ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ബട്ടർ മഷ്റൂമിനെക്കാട്ടിലും നല്ലത് നമ്മൾ പറമ്പിൽ നിന്ന് എടുക്കുന്ന ആ വെള്ള കൂണാണ്, അത്രയും നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് കേട്ടോ ആ കളർ ചേഞ്ച് വന്നത്. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും ജീരകവും പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും കൂടിയിട്ട് ഉണക്കമുളകും കൂടിയിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉള്ളി, സവാള, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഒരു 10 അല്ലി ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്താൽ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരട്ടെ, അതുവരെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കൂൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുമല്ലേ. കൂടുതലും വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കൂണ്. ഇത് പല ടൈപ്പ് കൂണുകളുണ്ട്. നമുക്ക് ചിപ്പി കൂണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തോരൻ വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കളർ ചേഞ്ച് ആയത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കളർ ചേഞ്ച് ആയത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ കളർ ചേഞ്ച് ആവാതെ തന്നെ കിട്ടും. പിന്നെ ബട്ടൺ മഷ്റൂം ആകുമ്പോൾ അതിൻ്റെ അകത്തൊരു കളർ വേറെ കളറാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളർ ചേഞ്ച് ആയത്, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് സവാളയുടെ. ആ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ അതിനകത്ത് നല്ലപോലെ വെള്ളം ഇറങ്ങി വരുവേ. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി നമുക്ക് ഒന്ന് അടച്ചു വെച്ചാലും മതി. അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ആ തേങ്ങ എല്ലാം കൂടി നല്ലതുപോലെ അതിനകത്ത് മിക്സായി വരണം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ചേർന്നിട്ട് ആ കൂണിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നിടം വരെ. പിന്നെ ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, പിന്നെ ഇതിനകത്ത് കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു പ്രത്യേക ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും. ഇറച്ചിത്തോരനൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇരിക്കും. കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ഞാനൊരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നോൺ വെജിറ്റേറിയൻകാർക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുവേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് ഉള്ളവർ കഴിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെയൊക്കെ അമ്മ പറമ്പിൽ നിന്നാണ് ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കിളിച്ച് വരുമല്ലോ, അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ തോരൻ ഉണ്ടാക്കി തരും കേട്ടോ. വേറെ അല്ലാതെ റോസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ തോരൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.